കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ യഥാർത്ഥ മനോഭാവം അറിയണമെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം ഗ്രാമപഞ്ചായത്തിലേക്ക് നോക്കിയാൽ മതി. അതായത് ഇപ്പോഴും തൻ പ്രമാണിത്വവും തൻ പൊലിമയും ഞാനാണെന്ന ഭാവവും ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ അംഗീകരിക്കാത്തവരാണ് കോൺഗ്രസ് മാടമ്പികളെന്ന് തെളിയിക്കുന്നതാണ് ഈ പഞ്ചായത്തിലെ നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണമെന്ന് പറയേണ്ടി വരികയാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വരുമ്പോൾ പഞ്ചായത്തിൽ ഒരു വമ്പൻ ബ്രേക്ക് ത്രൂ ഉണ്ടായി. അതായത് തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷമില്ല, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം ആർക്കും നേടാൻ കഴിഞ്ഞില്ല. 22 അംഗ പഞ്ചായത്ത് അല്ലെങ്കിൽ 22 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ 3 മുന്നണിക്കും 7 അംഗങ്ങൾ വീതം വിജയിച്ചു. അതായത് BJPക്കും ഇടതുപക്ഷത്തിനും ഒപ്പം തന്നെ കോൺഗ്രസിനും. നിലവിൽ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിലാണ് ഇങ്ങനെ ഒരു തുലാസിലുള്ള ഭരണം വന്നത്. ആ സന്ദർഭത്തിലാണ് ഈ ബ്ലാക്ക് ഹോഴ്സ് അഥവാ കറുത്ത കുതിര എന്നൊക്കെ നമ്മൾ ഈ മത്സരങ്ങളിൽ പറയാറില്ലേ, അതുപോലെ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്ന ശ്രീചന്ദ് എന്ന വ്യക്തി അവിടെ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. 22-ൽ ഈ ശ്രീചന്ദ് ആരോടൊപ്പം നിൽക്കുമോ അവർക്ക് ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നല്ലൊരു കോൺഗ്രസ്സുകാരനായിപ്പോയി. കോൺഗ്രസിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ ഒരു കാരണവശാലും നേതാക്കൾ വളർത്തുകയുമില്ല, അംഗീകരിക്കുകയുമില്ല. ഏതെങ്കിലും ഒരു കസേരയിലേക്ക് ഞാൻ ജയിച്ച് കയറി കഴിഞ്ഞാൽ ആ കസേരയിലിരുന്ന് ഞാൻ അങ്ങ് അന്തരിച്ചോളാം എന്നുള്ളതാണ് ഓരോ കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കേരളത്തിലുടനീളം കാണാൻ പറ്റും. ഒരു മനുഷ്യരും പിന്നീട് ജയിച്ചു കഴിഞ്ഞാൽ മാറില്ല. ഇപ്പോ ഈ റൊട്ടേഷൻ വന്നപ്പോഴാണ് ഒരു സീറ്റിൽ തന്നെ കൃത്യമായിട്ട് ഇരിക്കാൻ പറ്റാതെ വരുന്നത്. ഈ പറയുന്ന ശ്രീചന്ദ് മുരുക്കുമ്പുഴ ടൗൺ വാർഡിലാണ് DCC അംഗത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്രനായി വിജയിച്ചു കയറിയത്. അവിടെ DCC അംഗത്തെ മത്സരിപ്പിക്കാൻ വേണ്ടി അർഹതപ്പെട്ട ഈ ചെറുപ്പക്കാരനും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഈ ചെറുപ്പക്കാരന് സീറ്റ് കൊടുത്തില്ല. എന്തൊരു മര്യാദകേടാണ്. പിന്നെ അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ വിശ്വാസമുണ്ട്. കാര്യം അവിടെ ജനങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഇറങ്ങി സ്വതന്ത്രനായി മത്സരിച്ചു. ആ സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ ഈ 5ഓളം പേർ മത്സരിച്ച ഇടങ്ങളിൽ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം തന്നെ റിബൽ ഉൾപ്പെടെ 6-7 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥികൾക്കിടയിൽ മികച്ച ഭൂരിപക്ഷത്തിനാണ് ശ്രീചന്ദ് അവിടെ സ്വതന്ത്രനായി വിജയിച്ചു കയറിയത്. വിജയിച്ചു കയറിയ സന്ദർഭം തൊട്ട് ഇങ്ങനെ ബ്ലാക്ക് ഹോൾസ് ആയിട്ട് നിലനിൽക്കുകയാണ്. BJP വമ്പൻ ഓഫർ വയ്ക്കുന്നുണ്ട്, ഇടതുപക്ഷം നല്ല ഓഫർ വയ്ക്കുന്നുണ്ട്.